ഇന്ന് നമുക്ക് സോഫ്റ്റ് സെമി സിൽക്കിൽ അതിനകത്ത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷനാണ് കാണിക്കുന്നത്. 1450 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. കസവിൻ്റെ ഒന്നും ഒരു വർക്കും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കുറേ കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു പീച്ച് പിങ്ക് ടോണാണ്. അതിനകത്ത് എല്ലാ സാരീസിനും നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്പറും കൂടെ ഒന്ന് ഇടണേ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ. ഇതിനകത്ത് കണ്ടോ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ത്രെഡ് വീവ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സെമി സിൽക്കിൻ്റെ സോഫ്റ്റ് മെറ്റീരിയൽ. അതായത് നമ്മുടെ ഈ സോഫ്റ്റ് സിൽക്ക് സാരീസൊക്കെ ഇല്ലേ, അതേ പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന സാരീസാണ്. മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ, എങ്ങനെ ഉടുക്കുമ്പോൾ ഒഴുകി പോകുന്ന ടൈപ്പ് മെറ്റീരിയലോ റഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയലോ അല്ല. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ മുന്താണിയുണ്ട്. മുന്താണിയിൽ ഇതേപോലെ ത്രെഡ് വീവ് ഡിസൈനാണ്. അപ്പോൾ കസവിൻ്റെ ഒരു വർക്കും ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കസവിൻ്റെ വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. എന്നാൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലോ വന്നിരിക്കുന്നത്. 1450. ബോഡിയിലേക്ക് വരുമ്പോഴും ഈ ഒരു വർക്ക് ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഇങ്ങനെ വരും. നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരിയുടെ അതേ പാറ്റേണിൽ തന്നെ ടാസിൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസാണ് വന്നിരിക്കുന്നത്. 1450. സാരി നമ്പർ 1. നല്ലൊരു ഷെയ്ഡ്, നല്ലൊരു പീച്ച് പിങ്ക് ടോണിലേക്ക് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. അടുത്ത വരുന്ന സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡ്. സാരി നമ്പർ 2 പർപ്പിൾ ഷെയ്ഡ്, വൈൻ പർപ്പിൾ ഷെയ്ഡ് ഉണ്ടോ. നല്ല രസമാണ് കേട്ടോ. അതിനകത്ത് ഇതൊക്കെ ഉണ്ടോ, പല്ലുമൊക്കെ കണ്ടോ. മുന്താണി ബോഡിയിലെ വർക്ക് നല്ല സൂപ്പർ വർക്ക്. സാരി നമ്പർ 2 ഡാർക്ക് പർപ്പിൾ. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ നല്ല സാരീസാണ്. നമുക്ക് ഒത്തിരി പേർക്ക് കസവ് ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത്. സാരി നമ്പർ 3 ഒരു ബേജ് ബ്രൗൺ, ഒരു ബ്രൗൺ ചേർന്ന ഒരു ബേജ് ടോൺ, അല്പം ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ബേജ് ടോൺ. ഇതിൻ്റെ വർക്ക് നല്ല സൂപ്പറാട്ടോ. ഇതിൻ്റെ മുന്താണിയിലെയൊക്കെ വർക്ക് കണ്ടോ, നല്ല അടിപൊളി വർക്കാണ്. സാരി നമ്പർ 3 നല്ല ഷെയ്ഡ്സ്. സാരി നമ്പർ 4 വരുമ്പോഴും അതേപോലെ തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു ഒരു പീച്ച് പിങ്ക് ആ ഒരു ടോണിലേക്ക് വരും. സാരി നമ്പർ 4 ഇങ്ങനെയാണ്. ത്രെഡ് വീവ് ഡിസൈൻ ആട്ടോ. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിസൈനാണെന്നേ തോന്നുള്ളൂ. ത്രെഡിൻ്റെ വീവാന്ന് പോലും തോന്നില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻഡ് ഫിനിഷിങ്ങിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയൊക്കെ നല്ല ഭംഗിയുള്ളൊരു മുന്താണി. സാരി നമ്പർ 4. ഒരു ഫംഗ്ഷൻ ഒന്നും എടുത്താൽ 1450 എന്നൊന്നും നല്ല പറയുള്ളൂ. നല്ല രസമുള്ള സാരീസാണ്. അതെ, ഒരു ഗ്രീനിഷ് ടോൺ, ഒരു മെഹന്തി ഗ്രീനോട് ചേർന്ന് അങ്ങനെ ഒരു ഷെയ്ഡ് കേട്ടോ. നല്ല രസമല്ലേ. സാരി നമ്പർ 5. സാരി നമ്പർ 6 ഇത് ബ്ലാക്ക് ആണോ. സാരി നമ്പർ 6 ബ്ലാക്ക്. സാരി നമ്പർ 6 കണ്ടോ. ഇതേ മുന്താണിയിലെ ഡിസൈനൊക്കെ കണ്ടോ. ബോഡിയിലെ ഡിസൈനും നല്ല സൂപ്പർ ക്യൂട്ട് ഡിസൈൻ. സാരി നമ്പർ 6 1450. സാരി നമ്പർ 7 വരുമ്പോൾ ഒരു പിങ്ക്, ചെറിയൊരു ലാവൻഡർ ബ്ലെൻഡ് ചെയ്ത് വരുന്ന പോലുള്ളൊരു പിങ്കാണ്. സാരി നമ്പർ 7. എന്നിട്ട് ഫുൾ ത്രെഡിൻ്റെ വീവ് ഡിസൈൻ. ഇതിൻ്റെ ത്രെഡ് വീവ് ഉണ്ടോ, നല്ല ചേർന്നിരിക്കുന്ന ഒരു വർക്ക്. നമുക്ക് ശരിക്കും പെട്ടെന്ന് നോക്കിയ ഡിസൈൻ ആണോ എന്ന് തോന്നിപ്പോകും. അത്രയും ഫിനിഷിങ്ങിലാട്ടോ അതിൻ്റെ വർക്ക്. അടിപൊളി സാരീസാട്ടോ. ലൈറ്റ് വെയ്റ്റ് ആണ്. ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. സാരി നമ്പർ 8 വരുമ്പോൾ അതെ ഒരു ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ്. ബ്രൗൺ അല്പം ഒരു പിങ്കൊക്കെ ചേർന്നൊരു ബ്രൗൺ, അങ്ങനെ ഒരു ഷെയ്ഡാട്ടോ. സാരി നമ്പർ 8 കറക്റ്റ് കളറല്ലേ.
കളർ കറക്റ്റാണോ? സാരി നമ്പർ 8. സാരി നമ്പർ 9 നേവി ബ്ലൂ. സാരി നമ്പർ 9 നേവി ബ്ലൂ. സാരി നമ്പർ 9 നേവി ബ്ലൂ. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് കേട്ടോ. സാരി നമ്പർ 10 വരുമ്പോൾ ഒരു മെറൂൺ ഷെയ്ഡ്. മെറൂൺ നല്ല ബ്യൂട്ടിഫുൾ ഒരു മെറൂൺ ഷെയ്ഡ്. ഇങ്ങനെ ഡാർക്ക് മെറൂണും അല്ല, നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ്. സാരി നമ്പർ 10. വർക്കൊക്കെ നല്ല ഭംഗിയാണ്. ബ്ലൗസ് എല്ലാം അതിൻ്റെയും പ്ലെയിൻ ആയിരിക്കും. സാരി നമ്പർ 11 വരുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ്. സാരി നമ്പർ 11 ഗ്രീൻ. സാരി നമ്പർ 11 ഗ്രീൻ. സാരി നമ്പർ 12 വരുമ്പോഴും ഒരു പിങ്കിൻ്റെ ഒരു ടോൺ. നല്ലൊരു വെറൈറ്റി ഷെയ്ഡ്സ് ആട്ടോ ഇതൊക്കെ. സാരി നമ്പർ 12. ചെറിയ ചെറിയ ഡിസൈൻ, മുന്താണി നല്ല ഭംഗിയായിട്ടുള്ള വീവ് ഡിസൈൻ. സാരി നമ്പർ 12. നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാട്ടോ ഇതൊക്കെ. സാരി നമ്പർ 13 ലാവൻഡർ. സാരി നമ്പർ 13 ലാവൻഡർ. ഒരു ലീഫ് ഡിസൈൻ, അതിനകത്ത് മുന്താണിയിലും ഇതുപോലെ ഡിസൈൻ. സാരി നമ്പർ 13. സാരി നമ്പർ 14 ഗ്രീൻ. ഇതും ഒരു നല്ലൊരു ഗ്രീൻ. സാരി നമ്പർ 14. ഇങ്ങനെ ബോട്ടിൽ ഗ്രീൻ പോലെ അത്രയും ഡാർക്ക് അല്ല കേട്ടോ, ഒരു ലീഫ് ഗ്രീൻ്റെ ഒക്കെ അങ്ങനെ ഒരു ഷെയ്ഡിലേക്ക് വരും. സാരി നമ്പർ 14. സാരി നമ്പർ 15 ഒരു ബ്രൗൺ ബേജ് അങ്ങനെ ഒരു ടോൺ. സാരി നമ്പർ 15. ഇതിൻ്റെയൊക്കെ മുന്താണിയുടെ ഡിസൈൻ കണ്ടോ, എന്ത് രസമാണ്. സാരി നമ്പർ 15 ഒരു ബ്രൗൺ ബേജ് ടോൺ. സാരി നമ്പർ 16 വരുമ്പോഴും ദേ ഒരു പിങ്ക്. സാരി നമ്പർ 16 ഒരു ബേബി പിങ്കിൻ്റെ അല്പം കൂടെ ഡാർക്കർ ഷെയ്ഡ്. സാരി നമ്പർ 16. സാരി നമ്പർ 17 വരുമ്പോഴും ഒരു ഇതും ഏകദേശം ഒരു ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡിലേക്ക് വരും കേട്ടോ. സാരി നമ്പർ 17. എൻ്റെ മുന്താണിയുടെ ഡിസൈനൊക്കെ കണ്ടോ, നല്ലൊരു ജോമെട്രിക്കൽ ഡിസൈൻ പോലെ. സാരി നമ്പർ 17. സാരി നമ്പർ 18 വരുമ്പോഴും ഒരു അല്പം ഒരു ഗ്രേ പർപ്പിൾ ബ്ലെൻഡായൊരു ഷെയ്ഡ്. 18 ഒരു ഗ്രേ പർപ്പിൾ, ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, ഒരു പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡാണ്, പക്ഷേ എക്സാക്റ്റ് പർപ്പിളും അല്ല, സ്ലൈറ്റ്ലി ഒരു ഗ്രേയും കൂടെ ചേർന്നിട്ടുള്ള പോലെ ഒരു ഷെയ്ഡ്. 18 1450 1450 ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. സാരി നമ്പർ 19 വരുമ്പോഴും ഒരു
ഒരു ബ്രൗണും ബേജും കൂടെ ഒക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ്. 20 ലാസ്റ്റ് സാരി ഒരു ബേബി പിങ്ക്, ഒരു ലൈറ്റർ പിങ്ക് ടോൺ, ഒരു ഡസ്റ്റി പിങ്ക് എന്നൊക്കെ പറയാം. സാരി നമ്പർ 20. എല്ലാം ത്രെഡ് വീവ് ഡിസൈനാണ്. നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. അപ്പോൾ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് മാത്രമല്ല അല്ലാതെ വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഇതിനകത്ത് കസവിൻ്റെ ഒന്നും വർക്കില്ലാത്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാവുന്ന സാരീസാണ്. സാരി നമ്പർ 20, 1450. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സെമി സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്, കസവിൻ്റെ വർക്കൊന്നുമില്ല, ത്രെഡ് വീവ് ഡിസൈൻ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക്